പ്രിയമുള്ളവരെ, മറ്റം സെൻറ് തോമസ് പള്ളിയിലെ മോറിയ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള കടലുണ്ടി ധ്യാനം 3-ാം ദിനത്തിൽ ദിവ്യബലിക്കും വചനവിരുന്നിനും ആരാധന സമാപനത്തിനുമായി ധ്യാനകേന്ദ്ര ഡയറക്ടർ റവറൻഡ് ഫാദർ റാഫേൽ കോക്കാടൻ നേതൃത്വം നൽകി. ഇന്ന് ബ്രദർ ജോർജ് ഇഞ്ചക്കുണ്ടാണ് വചന സന്ദേശം നൽകിയത്. സാമ്പത്തികമായി പ്രാർത്ഥന സഹായിക്കാൻ പറ്റുന്ന നല്ല വ്യക്തിത്വങ്ങളെ ധ്യാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരസ്പരം പ്രാർത്ഥിക്കുകയും അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിന് എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിക്കാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂതനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്ത് ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടുകളിൽ കൊണ്ട് വയൽ നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആദ്യം അവൻ കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനിവിടെ വിശ്രമിക്കുന്നു. ഞാൻ എഴുന്നേറ്റിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനിൽ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനായി. നിന്റെ ദാസന്റെ വലിയവനായി നീ എന്നെ സ്വീകരിക്കണം. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സത്തിന് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനിൽ നിന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനായി. പിതാവായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ മഹത്വത്തിൽ പങ്കാളാക്കണമെന്നാണ് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ കാഴ്ചയണയും
എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവാൻ ഇത് വശിക്കുന്ന പാപങ്ങളും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞങ്ങൾക്കായി തുറക്കണമേ ഒരിക്കലും പാപം ചുമന്ന് നടക്കരുത്. പാപം ചുമന്ന് ഒരിക്കലും നമ്മൾ നടക്കരുത്. ഏറ്റുപറയാത്ത ഓരോ പാപവും ഓരോ ബന്ധനമാണെന്നാണ് പറയുന്നത്. ഏറ്റുപറയാത്ത ഓരോ പാപവും ഓരോ ബന്ധനമാണ്. അതിലൂടെയാണ് പിശാച് നമ്മെ ആക്രമിക്കുകയും ഏറ്റുപറയാത്ത ഓരോ പാപവും പിശാച് ഒളിഞ്ഞിരിക്കുന്ന പിശാചിന്റെ ഒളിത്താവളങ്ങളാണെന്ന് പറയുന്നത്. ഒളിത്താവളങ്ങളാണ്, പിശാചിന്റെ ഒളിത്താവളങ്ങളാണ് നമ്മൾ ഏറ്റുപറയാത്ത ഓരോ പാപം. അപ്പൊ ശരിക്കും
ജീവിതമാണ് തർക്കദോഷങ്ങളാണ്, ജീവിതത്തിൽ എന്തിനാണ് പരാജയമാണ്. സദാമൻ പറഞ്ഞില്ലേ, നിന്റെ ഒറ്റ വാക്കുമതി കർത്താവേ, നീ പറഞ്ഞാൽ മാറാത്തതായിട്ടൊന്നുമില്ല. ഒറ്റ വചനമുണ്ട്, ഈ ലോകം സൃഷ്ടിച്ചവൻ എല്ലാം പൂർത്തിയായി കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ് എന്താണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? തെങ്ങ് പോയ കല്ലിനുള്ള കുഴപ്പമുണ്ട്. അന്ന് ആ മണ്ണ് വിളവെടുത്തെങ്കിൽ ഇന്ന് അവർ പറയാണ്, ഇന്ന് ആ ദേശത്ത് മണ്ണ് വിളവ് തരണില്ല, ആ മണ്ണ് ആ ദേശത്ത് മണ്ണ് വിളവ് തരണില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. കണ്ടോ, കൃഷി ഞങ്ങൾ ചെയ്തു, പക്ഷേ വിളവ് തരുന്നില്ല. എഴുതിയെടുത്തോ, എസ്.എ.പ്രവാചകന്റെ പുസ്തകം 24-5 വാക്യം. എസ്.24:5-22 പറയാണ്, അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകൾ വ്യതിചലിച്ചതിനാൽ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുന്നതിനാൽ ഇതാ മണ്ണ് കൃപയില്ലാത്ത മണ്ണായി, അനുഗ്രഹമില്ലാത്ത മണ്ണായി മാറി. പറമ്പ് വാങ്ങി, എന്ത് വാങ്ങി? അന്ന് തന്നെ ദുഷ്ടം. അവര് കാശുമൊക്കെ മേടിച്ചിട്ടുള്ളതല്ല, അവര് ഇങ്ങനെ മുളച്ചെടുക്കും. എല്ലാവരും പറയും, ഇത് കുറ്റി വരും, ഞങ്ങളെ സമയമാണ് വനകൂടി വെട്ടിയെടുത്തു, അതിന് പറഞ്ഞ പട്ടയം കിട്ടി. അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ റബ്ബർ വയ്ക്കുന്നുണ്ട്, അത് വെച്ചു കന്നുകാലി വളർത്തി. ഇന്ന് അമ്മ ഒത്തിരി മാറണ്ട. ഇന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരു സാധനം വെച്ച കാണില്ല. കേട്ടോ, വലിയ കാര്യങ്ങളുണ്ടാക്കിയത് ചെറുപ്പ് കാണാൻ പറ്റില്ല. നീ നോക്കിയപ്പോ പേരെഴുതാൻ വേണ്ടി അവിടെ കൊണ്ട് വെച്ചാൽ പേരെന്തോ എഴുതി അവിടെ പോയിട്ട് ഇപ്പൊ കിട്ടിയ കാര്യം എഴുതുന്നില്ല. ഞാൻ മാസമൊക്കെ സംസാരിക്കാൻ പറ്റില്ല. മനുഷ്യരാണ് കുടിയുടെ പേരെയാണ് അത് പറഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടിലെ ലക്ഷങ്ങളുടെ കോടികളുടെ കാര്യം പറഞ്ഞല്ല. ഹലോ, അവരുള്ള വീട് എന്നേക്കുമായി ചീത്തപ്പട്ട് കാര്യത്തിൽ കാലക്കാലം ചെയ്തുകൊണ്ടിരുന്ന UK ഭയങ്കര കുടിയാണ് ഭർത്താവ്. ഞാൻ കുടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല. ആര് പറഞ്ഞ 1000 കുടി നിർത്തിയിട്ടുണ്ട ബന്ധം കഴിയുന്നില്ല. ഞാൻ എത്ര കൂടി, എത്ര നവേനം കൂടി, എന്താ ബന്ധം കഴിയാത്തത്? ഈശോയെ നന്ദി, ഈശോയെ ആരാധന. അടുത്ത 50 രൂപ കാത്തിരിക്കരുത് കേട്ടോ. പകുതി കൂടത്തിൽ ജീവിക്കരുത്. തീരുമാനം തന്നെ ജോഷുവോട് പറഞ്ഞു. 1-ാമത്തെ 5-ാമത്തെ വാക്യത്തില് നമുക്ക് എഴുതുണ്ടാകും, വായിക്കണ്ടാവും. പ്രാണപ്രവാദം അല്ലേ? എന്താ പ്രാണപ്രവം? അത് പറഞ്ഞേ, പറഞ്ഞേ. ഇപ്പോൾ കള്ളുകളിയാക്കുന്ന അത് നിർത്തിയെടുക്കേ. ജോഷുവ 5-ാമത് എന്താ പറഞ്ഞത്? ആയുഷ്കാലം മുഴുവനും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ആരും പറഞ്ഞ് ജോഷുവോട് പറഞ്ഞു. ജോഷു എന്ത് ചെയ്തു? തോറ്റുപോയില്ലേ? പരാജയപ്പെട്ടു പോയില്ലേ? ആര് തോറ്റുപോയത്? ജോഷുവല്ലേ തോറ്റുപോയത്. ഈ ബന്ധം തകർന്നു കിടക്കുന്നതുകൊണ്ടാണ് ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടോ? യോനെ നമുക്ക് പറയാം, നേവിലേക്ക് പോയ ആര് പ്രശ്നമുണ്ടായോ? കപ്പലിലെ പ്രശ്നമുണ്ടായോ? പ്രകൃതിയിലെ പ്രശ്നമുണ്ടായോ? പ്രകൃതിയിൽ പോലെ മാറ്റം ഉണ്ടാവുന്നു ഒരു ദൈവത്തിനെതിരെ യാത്ര ചെയ്യുമ്പോൾ. യേശുവിനെ ആരാധിക്കാൻ പോയിട്ട് അവർ വീണ്ടും പഴയ പോയോ? ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു, ഞാൻ കൂടാൻ വന്നു. പ്രാർത്ഥനയോട് ഞാൻ ചോദിച്ചു, ഇതാണ് ഇതിന്റെ യോഗം പറയാൻ. എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കണം. ആ സ്ഥാനത്ത് ആളുകൾ വേണ്ടേ? ഓടികൾ വരും. പ്രാർത്ഥിച്ച പറയാൻ മേടിക്കില്ല. നോ. പിന്നെ എന്റെ കമ്പനിയിൽ ആ സ്ഥലം പോയി. കാരണം അവർക്ക് എന്തെന്ന് പറഞ്ഞത്? ദുരിതം. അവർക്ക് എന്താണ് ദുരിതം?
എന്റേതല്ലാത്ത പദ്ധതി നടപ്പിലാക്കി വെച്ചിട്ട് നീ ആരടുക്കേക്ക് പോയി, ഫോർവേഡ് അടുക്കേക്ക് പോയി അവരോട് ആലോചിച്ചു. എന്തിന്റെ പ്രതീകമാണ്? തിന്മയുടെ. കണ്ടോ, ദൈവത്തോട് ആലോചിക്കണ്ട, നീ പരിശുദ്ധമാണ് ആലോചിക്കണ്ട. അവൻ പറഞ്ഞില്ലേ, എനിക്ക് നിത്യത വേണം, സ്വർഗ്ഗം വേണം. അവന് പോലെ അറിവുണ്ടായി പ്രിയരെ, സ്വർഗ്ഗമാണ് വലുതെന്ന്. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ നിങ്ങൾ? എന്റെ കൊച്ചു സ്വർഗത്തിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചതിന് പേരുണ്ട്, കയ്യെടുത്ത് അവനെ പറയരുത്. പരിചയമില്ല അവിടെ അത്ര പരിചയിക്കുള്ളൂ. അവിടെ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞതേ ഒരു പറഞ്ഞിട്ടായി കൗൺസിൽ നടത്തിയപ്പോ അവർ കൗൺസിൽ ഞാൻ പരിചയം. ഞാൻ അവളോട് അമ്മയോട് ചോദിക്കാൻ, എനിക്കറിയാം അമ്മയുടെ വേദന എന്താണെന്ന്. ഞാൻ വേറെ ചേച്ചിയുടെ വിട്ട് കൗൺസിലിംഗ് വീണ ചേച്ചി കണ്ടെന്ന് പറഞ്ഞു. ആരോ കൗൺസിലർ എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അവസാനം ദീപികാലത്തിൽ വന്നപ്പോൾ ഞാൻ അമ്മാത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, വരും. ഇന്നലെ വികാരിച്ചിലേക്ക് വന്നിരിക്കാവുന്നു, എന്റെ അടുത്ത് വരിക. അപ്പൊ ഞങ്ങൾ വികാരിച്ചിനെ കണ്ടു. എന്നിട്ട് അടുത്ത് ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് നീ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. നീ സഹോദരൻ ഒടുക്കുകയാണെങ്കിലോ നീ ഇത്തിലാണ്. എവിടെയാണ്? ഒറ്റ വഴിയുള്ളൂ. ആരെ സ്നേഹിക്കുക? മനുഷ്യനെ സ്നേഹിക്കുക എളുപ്പമല്ല. അവനെന്തെങ്കിലും പുറത്തുകൊണ്ടിരിക്കും, അവൻ സ്നേഹിക്കും. ശരിയല്ലേ? ദൈവം അങ്ങനെയല്ല. അവനെപ്പോഴും എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം. അമ്മായിമ്മയുടെ എന്തെങ്കിലും ഉണ്ടോ, അസ്വസ്ഥയുണ്ടോ? ചില നിങ്ങളെ സ്നേഹിക്കുക എളുപ്പമല്ല. ആണോ? ചൂടുവെള്ളം താല്പര്യം അല്ല, കൊല്ലാത്ത നീ താത്പര്യം കൊടുക്കാലോ. അവർക്ക് നിങ്ങളുടെ ബാക്കി തന്നു. ഒരു 55 പൈസ കഴിഞ്ഞാൽ ബ്രേക്ക് പോയി കൊണ്ടുപോയി കൈകൊണ്ട് നോക്കണം. എന്ത് പറയണോ? അവരെ മാനസാന്തരപ്പെടുത്താൻ പോയിക്കരുത്. ഒരു അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനെ കാണിക്കുക. ഒരു തെരുവുമ്പോൾ വടം കെട്ടിട്ട് അവരോട് പോയിരിക്കും. എന്താണോ? അപ്പൊ അമ്മായിയുടെ ഇഷ്ടത്തിലേക്ക് മോളെ കൊണ്ടുവരാൻ നോക്കുക. മോളെ ഇഷ്ടത്തിലേക്ക് അമ്മായിനെയും കെട്ടിയ കുടുംബത്തിലുണ്ടോ? ഈ കുടുംബം ഡൈവേഴ്സായിട്ടിരിക്കുക. അപ്പൊ എന്റെ ഇഷ്ടം മരുമോളുടെ തലയടിച്ചിരിക്കുക, അമ്മായിയുടെ ഇഷ്ടം മരുമോളുടെ തലയും, മരുമോളുടെ ഇഷ്ടം നിങ്ങളും വളർത്തല്ലേ രണ്ടർത്തനെ പറഞ്ഞില്ലേ ഇവര് പാലിറ്റ് കയറി കിടന്ന അവസാന ശ്വാസം വലിച്ചു മരിച്ചത്. ും
റമദാനിലെ അവസാന ദിവസം കർത്താവ് നാളെയാണല്ലോ. ദൈവമേ ഞങ്ങൾക്കൊക്കെ ദൈവമേ ഈ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം കർത്താവ് മക്കൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ 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 ഹല്ലേലൂയ.